കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. മെൻസ് ഹോസ്റ്റലിൽ നിന്ന് 10 കിലോയോളം കഞ്ചാവ് പിടിച്ചു. 3 വിദ്യാർത്ഥികളെ പിടികൂടി. കഞ്ചാവ് ഉപയോഗം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന് പോളിടെക്നിക് പ്രിൻസിപ്പൽ പറഞ്ഞു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ആജ്ഞ, നേരത്തെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഗതിയാണ്, എന്നിട്ടും പോലീസിൽ അല്ലെങ്കിൽ എക്സൈസിൽ റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതാണോ? എന്താണ് ഇത്തരത്തിൽ ഒരു 10 കിലോയുടെ ഒരു ശേഖരം ഒരു കുട്ടികൾ താമസിക്കുന്നതിന് ഹോസ്റ്റലിൽ ഉണ്ടാകാനുള്ള സാഹചര്യം? 10 അല്ലേ? 2 കിലോ ആണല്ലേ? 2 കിലോ ആണല്ലേ ആജ്ഞ, പുതിയ വിവരം അനുസരിച്ച്? അതെ, പുതിയ വിവരം അനുസരിച്ച് രഞ്ജിത്ത് 2 കിലോ കഞ്ചാവാണ്. അതായത് 9 ഗ്രാമാണ് മറ്റൊരു മുറിയിൽ നിന്നും പിടിച്ചെടുത്തത്. 1.9 കിലോയും 9 ഗ്രാമുമാണ്. ഈ 9 ഗ്രാം എന്നുള്ളത് ഇൻഫോം ചെയ്തപ്പോൾ തെറ്റിയതാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കളമശ്ശേരി സർക്കാർ മെഡിക്കൽ പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിലാണ് ഈ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത്. ഹോളിയുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് കഞ്ചാവ് അവിടെ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പോലീസിനും ഡാൻസർ സംഘവും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തിയത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയിലേക്ക് പോയതെന്നാണ് തൃക്കാക്കര ACP ദേവി മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ് 3 വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. കുറച്ച് വിദ്യാർത്ഥികൾ പോലീസിനെ കണ്ടുകൊണ്ട്, പരിശോധനാ സംഘത്തെ കണ്ടുകൊണ്ട് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. മറ്റൊരു വിദ്യാർത്ഥി ആകാശിന്റെ മുറിയിൽ നിന്ന് ആണ് 1.9 കിലോ കഞ്ചാവ് പിടികൂടിയത്. എഫ്ഐആറിന്റെ പകർപ്പ് അനുസരിച്ചിട്ട്, എഫ്ഐആറിൽ പറയുന്നതനുസരിച്ചിട്ട് 1.9 കിലോയും 9 ഗ്രാമുമാണ് പിടികൂടിയിരിക്കുന്നത്. ഈ 9 ഗ്രാം എന്നുള്ളത് നേരത്തെ പോലീസ് ഇൻഫോം ചെയ്തപ്പോൾ വരുത്തിയ പിഴവാണ് 10 കിലോയായി തെറ്റിദ്ധരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇത്ര അധികം കഞ്ചാവ് ശേഖരം ഹോസ്റ്റലിൽ നിന്നും പിടികൂടുന്നത്, അത് കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഇത്ര അധികം കഞ്ചാവ് പിടികൂടുന്നത് ആദ്യമായിട്ടാണെന്നാണ് പോലീസ് പറഞ്ഞത്. അതായത് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നപ്പോഴും ആരുടെയെങ്കിലും കയ്യിൽ ചെറിയ 1-2 പേർക്ക് ഉപയോഗിക്കാൻ പാകത്തിനോ, അല്ലെങ്കിൽ ഒരു കൂട്ടം ഒരു 5-6 പേർക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ചെറിയ ഒരു എമൗണ്ട് ലഹരി കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. അതേസമയം ഈ പരിശോധന എത്തിയപ്പോഴാണ് ഈ 2 കിലോ എന്ന് പറയുന്നത് തന്നെ ലഹരി കേസുകളിൽ പെടുമ്പോൾ അത് വലിയ കേസ് തന്നെയാണ്. 1 കിലോയിലധികം കഞ്ചാവ് എന്ന് പറയുന്നത് ജാമ്യമില്ലാത്ത വകുപ്പിൽ പെടുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 കിലോ കഞ്ചാവ് എന്ന് പറയുമ്പോൾ ആ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് മുഴുവൻ, അതല്ലെങ്കിൽ ഒരു വലിയ സംഘം, ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു വലിയ സംഘം ഹോസ്റ്റലിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ എന്ന് ഉള്ള കാര്യം കൂടിയാണ് അതിൽ നിന്നും വ്യക്തമാകുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് 7 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് പോലീസ് സംഘം കഞ്ചാവ് കണ്ടെത്തിയത്. പുലർച്ചെ 4 മണി വരെയാണ് ഇന്നലെ രാത്രി തുടങ്ങിയ പരിശോധന നീണ്ടത്. അതുപോലെ കൊച്ചി നാർക്കോട്ടിക്സ് ACP അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊച്ചി പോളിടെക്നിക് ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത്. രഞ്ജിത്ത്, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കഞ്ചാവ്, മയക്കുമരുന്ന്, പലതരത്തിലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗം, അതിന്റെ കണ്ടെത്തലൊക്കെ സമീപകാലത്തായി വല്ലാതെ കൂടുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത പോളിടെക്നിക് ഹോസ്റ്റൽ, മെൻസ് ഹോസ്റ്റലിൽ നിന്നാണ് 2 കിലോ കഞ്ചാവ് പിടിച്ചത് എന്നുള്ളതാണ്. നേരത്തെ വിവരം അറിയാമെന്ന് അധ്യാപകനും പറയുന്ന സാഹചര്യമാണ് കൗതുകകരം. ഇതാണ് ആ കേസുമായി ബന്ധപ്പെട്ട FIR. ഇതാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കിലോ കഞ്ചാവ് എന്നാണ് മനസ്സിലാകുന്നത്. 3 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പിടിയിലായത് എന്ന് വ്യക്തമാകുന്നു. കൂടുതൽ ചില വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു എന്നുള്ള വിവരം കൂടി ഉണ്ട്. അതനുസരിച്ച് ഉള്ള നീക്കങ്ങൾ കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നും കരുതാം.